ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് അവസാനിക്കുന്നതോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് എക്സിറ്റ് പോളുകളിലേക്കാണ്. 6 മണിക്ക് ശേഷം വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ പുറത്തുവരും. യഥാർത്ഥ ജനവിധിക്കായി ജൂൺ 4 വരെ കാത്തു നിൽക്കണമെങ്കിലും ഫലത്തെക്കുറിച്ചുള്ള സൂചനകൾ എക്സിറ്റ് പോളുകൾ ഇന്ന് നൽകും. അതേസമയം ഇത്തവണത്തെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന കോൺഗ്രസ് തീരുമാനവും ശ്രദ്ധേയമാണ്. എക്സിറ്റ് പോളുകളുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ മുൻ തിരഞ്ഞെടുപ്പുകളിലെ അവരുടെ പ്രവചനവും യഥാർത്ഥ ജനവിധിയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടതാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച 2014-ലും 2019-ലും കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോളുകളുടെ പ്രവചനവും ജനവിധിയും തമ്മിലുള്ള സാമ്യം എത്രത്തോളമായിരുന്നുവെന്ന് നോക്കാം. 2014-ൽ ശരാശരി 8 എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സഖ്യം 283 സീറ്റുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു.പി.എ 105 സീറ്റുകളും നേടുമെന്ന് പ്രവചിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ വർഷം മോദി തരംഗത്തിന്റെ വ്യാപ്തി കണക്കാക്കുന്നതിൽ എക്സിറ്റ് പോളുകൾ പരാജയപ്പെടുകയാണുണ്ടായത്. എൻ.ഡി.എക്ക് 336 സീറ്റുകൾ ലഭിച്ചപ്പോൾ യു.പി.എ നേടിയത് 60 സീറ്റ് മാത്രമായിരുന്നു. ഇതിൽ ബി.ജെ.പി 282-ഉം കോൺഗ്രസ് 44-ഉം സീറ്റ് നേടി. 2014-ൽ ന്യൂസ് ചാണക്യ മാത്രമായിരുന്നു എൻ.ഡി.എ സഖ്യം 340 സീറ്റ് നേടുമെന്ന് പ്രവചിച്ചത്. യു.പി.എക്ക് 70 സീറ്റും അവർ പ്രവചിച്ചു. ഏകദേശം ഇതിനടുത്ത് നിൽക്കുന്നതായിരുന്നു യഥാർത്ഥ ജനവിധി. 2019-ൽ ശരാശരി 13 എക്സിറ്റ് പോളുകൾ എൻ.ഡി.എയുടെ സംയോജിത 300-ലേറെ സീറ്റ് നേടുമെന്ന് പ്രവചിച്ചിരുന്നു. യു.പി.എ 120 സീറ്റും നേടുമെന്ന് പറഞ്ഞു. പക്ഷേ വോട്ട് എണ്ണിയപ്പോൾ എൻ.ഡി.എ 353 സീറ്റുകളും യു.പി.എ 93 സീറ്റുകളുമായിരുന്നു നേടിയത്. ഇതിൽ ബി.ജെ.പി 303-ഉം കോൺഗ്രസ് 52-ഉം സീറ്റുകളിൽ വിജയിച്ചു. 2019-ൽ ഇന്ത്യയുടെ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പ്രവചനമാണ് ഏകദേശം കൃത്യമായി വന്നത്. എൻ.ഡി.എ സഖ്യത്തിന് 352 സീറ്റും യു.പി.എക്ക് 93 സീറ്റുകളുമായിരുന്നു അവരുടെ കണക്ക്. ഇതിൽ ബി.ജെ.പി അധികം നേടിയ ഒരു സീറ്റ് മാത്രമാണ് വ്യത്യാസം. ന്യൂസ് 24 ടുഡേയും ചാണക്യയും ബി.ജെ.പിക്ക് 350 സീറ്റും യു.പി.എക്ക് 95 സീറ്റും പ്രവചിച്ചിരുന്നു. ന്യൂസ് എക്സ് നേതയായിരുന്നു ബി.ജെ.പി സഖ്യത്തിന് ഏറ്റവും കുറവ് സീറ്റുകൾ പ്രവചിച്ചത്. എൻ.ഡി.എ 242, യു.പി.എ 164 എന്നിങ്ങനെയായിരുന്നു അവരുടെ എക്സിറ്റ് പോൾ ഫലം. അതേസമയം എക്സിറ്റ് പോൾ വരും മുൻപേ കോൺഗ്രസും പ്രതിപക്ഷ സഖ്യവും തോൽവി ഉറപ്പിച്ചിരിക്കുകയാണെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസ് വൻ തോൽവി നേരിടുമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അവർക്ക് മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും അതിനുശേഷം അഭിമുഖീകരിക്കാനാവില്ല. അതുകൊണ്ട് അവർ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുകയാണ്. കോൺഗ്രസ് ഇത്തരം ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടാൻ നോക്കരുത്. തോൽവിയെ നേരിടൂ. എന്താണ് പിഴവ് പറ്റിയതെന്ന് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും അമിത് ഷാ തുറന്നടിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് കഴിയുന്നതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. എന്നാൽ കോൺഗ്രസ് എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ അമിത് ഷാ വിമർശനം ഉന്നയിച്ചത്.